എന്താണ് ആനച്ചെവി അഥവാ ബാറ്റ് ഇയേഴ്സ്? ചില ആൾക്കാരിൽ നമ്മുടെ സ്കള്ള് ഈ മുഖത്തിൽ നിന്ന് ഒരു 2 സെന്റിമീറ്ററേക്കാൾ കൂടുതൽ ചെവി പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോഴാണ് അതിനെ പ്രോമിനന്റ് ഇയർ അഥവാ ആനച്ചെവി എന്ന് പറയും. പലപ്പോഴും നമ്മുടെ സ്കൂളിൽ കൂട്ടുകാർ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ കളിയാക്കുന്നു, ഇങ്ങനെ ആനച്ചെവി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴാണ് മിക്ക ആൾക്കാരും അതൊരു കോസ്മെറ്റിക് അപ്പിയറൻസ് അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനോ അല്ലെങ്കിൽ ബോഡി ഇമേജ് പോസിറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ബാറ്റ് ഇയർ കറക്ഷൻ. നമ്മുടെ ചെവിക്കകത്തുള്ള ഈ ഒരു സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന സാധനമാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർട്ടിലേജ് കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആംഗിൾ ചെയ്ത് നിൽക്കുമ്പോഴാണ് പ്രോമിനന്റ് ഇയറായി മാറുന്നത്. ഈ കാർട്ടിലേജിനെ നമ്മുടെ ഈ സ്കള്ളുണ്ടല്ലോ അതിലേക്ക് കുറച്ചും കൂടി ചേർത്ത് വയ്ക്കും. പുറത്തേക്കൊന്നും കാണാത്ത രീതിയിലുള്ള സ്റ്റിച്ചുകളാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത് നമ്മൾ പെർമനൻറ്റ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട്സ് പെർമനൻ്റ് ആണ്. ഒരു ചെറിയ ടെന്നീസ് ബാൻഡ് പോലെ ഒരു ബാൻഡ് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 10 ദിവസത്തേക്കോ ഇടേണ്ടി വന്നേക്കാം. അതല്ലാണ്ട് ഒരു വലിയ ഡ്രസ്സിങ്ങോ ലോങ് ടേം ആയിട്ടൊരു മെഡിക്കേഷൻസ് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ജനറലി വളരെ സാറ്റിസ്ഫാക്ടറി ആയ ഒരു സർജറിയാണ് ബാറ്റ് ഇയർ സർജറി.